തലേ ദിവസത്തെ കക്കയും കപ്പയും ബാലൻസ് വന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് തന്നെ എടുക്കുമെന്ന്. അങ്ങനെ ഞാൻ അതെടുത്തുകൊണ്ട് വന്ന ടൈമിലാണ് നമ്മുടെ റൂത്ത് മുളറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ഗൈസ്. പിന്നെ അവളുടെ കൂടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തപ്പോൾ ലൂക്ക് അതിൽ നിന്ന് കുറച്ച് എടുക്കാൻ നോക്കി. ഞാൻ കൊടുത്തില്ല ഗൈസ്. അവൻ കൊടുക്കാഞ്ഞത് വേറെ ഒന്നുമല്ല, തലേ ദിവസത്തെ ഫുഡായതുകൊണ്ട് അവന് വേറെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കാൻ എടുത്തപ്പോഴാണ് ഗൈസ് കറക്റ്റ് ടൈമിങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ്. കറക്റ്റായിട്ട് മഴ പെയ്തു. മഴയും കക്കയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ അടിപൊളിയാണ്. ഞാനങ്ങനെ അതൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്ന ടൈമിൽ പുറത്തൊരു ചേട്ടൻ വന്ന് ബുക്സൊക്കെ ആയിട്ട്, പിന്നെ നമ്മൾ അതിൽ നിന്നൊരു 3 കളറിങ് ബുക്സും അങ്ങനെ കുറച്ച് ബുക്സൊക്കെ മേടിച്ച് കൊടുത്തു റൂത്തിന്. റൂത്ത് ആ സന്തോഷത്തിൽ ശാന്തമീ രാത്രിയിൽ പാട്ട് വെച്ച് ഡാൻസ് കളിയാണ്. ഫുള്ളിപ്പോൾ അതാണ് ഇവിടെ പാട്ട്. വീട്ടിലാണെങ്കിൽ പറമ്പിൻ്റെ ക്ലീനിങ് നടക്കുകയാണ്. അപ്പോൾ JCB ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ നേരെ പാസ്ത ഉണ്ടാക്കാൻ കയറി. വേഗം പാസ്തക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്, പിന്നെ ഞാൻ അന്ന് കാണിച്ച റെസിപ്പി തന്നെയാണ് ഇപ്പോഴും ട്രൈ ചെയ്തത്. പക്ഷേ ഉപ്പ് നന്നായിട്ട് കൂടിപ്പോയി. അത് ബാലൻസ് ചെയ്യാൻ പഞ്ചസാര ഇട്ടപ്പോൾ പഞ്ചസാരയും കൂടിപ്പോയി. ലാസ്റ്റ് പാസ്ത പായസം പോലെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചത്. ലൂക്ക് പിന്നെ മധുരം ആയതുകൊണ്ട് കഴിച്ചു. പിന്നെ ഈ ഒരു സീൻ കണ്ടോ, ഇവർ തമ്മിലുള്ള ബോണ്ടിങ് കാണുമ്പോൾ ഞാനൊരു ഒറ്റ മോളാണ്. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം ഇതാണ്, ഇവർ തമ്മിലുള്ള ബോണ്ടിങ്. വാഴ കിടക്കണ കിടപ്പ് കണ്ടോ ഗൈസ്, സങ്കടം വന്നിട്ട് വയ്യ. കുറേ നേരം ഞാൻ അതൊക്കെ നോക്കിയിരുന്നു. ചക്കയുടെ മാങ്ങയുടെ ഒക്കെ സീസൺ കഴിഞ്ഞപ്പോൾ പപ്പ അടുത്ത സീസണായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റ് സീസണാണ് വീട് ഫുള്ളും.